മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നമ്മുടെ യുവജനങ്ങളോട് ഏറെ കരുതൽ വേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. പഠനം പൂർത്തിയാക്കി തൊഴിലിലേക്ക് കടക്കുന്നതിനിടയിലുള്ള കാലയളവിൽ ഉദ്യോഗാർത്ഥികൾ അനുഭവിക്കുന്ന സാമ്പത്തികവും മാനസികവുമായ സമ്മർദ്ദം കുറയ്ക്കുക എന്നത് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച അഭിമാന പദ്ധതിയായ മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കുകയാണ്. വിദ്യാഭ്യാസത്തിന് ശേഷം മത്സര പരീക്ഷയ്ക്കോ നൈപുണ്യ പരിശീലനത്തിനോ തയ്യാറെടുക്കുന്ന യുവതീ യുവാക്കൾക്ക് അവർ സ്വപ്നം കാണുന്ന കരിയറിലേക്ക് എത്തിച്ചേരുന്നത് വരെ സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ഒരു വർഷത്തേക്ക് ഈ പദ്ധതി വഴി ധനസഹായം ലഭിക്കും. ഇത് അവർക്ക് ആത്മാഭിമാനത്തോടെ മികച്ച തൊഴിൽ നേടാൻ സഹായിക്കും. പ്രായം 18 മുതൽ 30 വയസ്സ് വരെ 30 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത +2, VHSC, ITI, ഡിപ്ലോമ, ബിരുദം എന്നിവ പാസ്സായവർക്കാണ്. വരുമാന പരിധി 5 ലക്ഷം രൂപ വരെ കുടുംബവാർഷിക വരുമാനമുള്ളവർക്കാണ് അർഹത. പൂർണ്ണമായും സുതാര്യവും ലളിതവുമായ നടപടിക്രമത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് വകുപ്പിൻ്റെ പോർട്ടലായ employment.kerala.gov.in വഴി ഓൺലൈനായി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് വകുപ്പിൻ്റെ പോർട്ടലായ employment.kerala.gov.in വഴി ഓൺലൈനായി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. യുവജനങ്ങളിൽ നിന്ന് വളരെ വലിയ സ്വീകാര്യതയാണ് പദ്ധതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം സംസ്ഥാനത്തുടനീളം 36,500 അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞു. ഇതിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി അർഹരായ 10,000 പേരുടെ ആദ്യഘട്ട ലിസ്റ്റ് സർക്കാർ കൈമാറിക്കഴിഞ്ഞു. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലെത്തിക്ക് തുക നേരിട്ടെത്തും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും. വിവിധ വകുപ്പ് മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിലെ യുവതയുടെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് നിറം പകരുവാനും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഈ പദ്ധതിക്ക് കഴിയുമെന്ന് സർക്കാർ ഉറച്ച് വിശ്വസിക്കുന്നു. കുഞ്ഞു എത്ര സമയമുള്ളോ? എന്തായാലും ചോദ്യങ്ങളൊക്കെ ആവാം. 4 മണിക്ക് തന്നെ നിയമസഭ ഉണ്ടല്ലോ. നിയമസഭ അനുശോചന യോഗം കൂടി പിരിയാണല്ലോ. 10,000 അല്ല, അതെ. ഇൻകംപ്ലീറ്റ് ആണ്. അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും അതിനകത്ത് അപേക്ഷിക്കാം. അവർക്കും അത് അർഹതയുണ്ടാവും. ആദ്യഘട്ടത്തിൽ അവർ നിർദ്ദേശങ്ങൾ കൊടുത്തെങ്കിൽ പോലും സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ളത് കിട്ടാത്തതാണ് നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അവർക്കത് പൂർത്തിയാകുന്ന മുറയ്ക്കും മറ്റു രീതിയിൽ അർഹരാണെങ്കിൽ അവർക്കത് കിട്ടുക തന്നെ ചെയ്യും. നമ്മുടെ പുതിയൊരു പ്രോജക്റ്റല്ലേ, ആദ്യമായിട്ടൊക്കെ കുറച്ച് ഒരു പിക്കുമ്പോഴൊക്കെ സംശയവും ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വെക്കണമെന്നൊക്കെ പറഞ്ഞുള്ള കാര്യം വരും. എന്തായാലും ഒരു
ആശ്വാസമല്ലേ കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ച്? എല്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിലും ഇതിന് ഹെൽപ്പ് ഡെസ്കുകൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്പേഴ്സിൽ അവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ സംശയം തീർത്ത് പൂർണ്ണമായ രീതിയിൽ അവർക്ക് അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും. ഇപ്പം കിട്ടി 36,000 6,000 ഇപ്പോൾ കിട്ടി 36,000. അത് പിന്നെ ആ നമ്പർ ആയിരിക്കില്ലായിരുന്നു. നമ്മളിത് ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് വരുന്നതിലുള്ളത്. ഇത് ഒരു അപേക്ഷ മാത്രം പൂരിപ്പിച്ചു കൊടുത്താൽ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പറഞ്ഞ കാശ് പോക്കറ്റ് അത് കിട്ടുമല്ലോ അവർക്ക്. അതെ. ഇപ്പം നിലവിൽ 1 വർഷത്തേക്കാണ് ഈ പദ്ധതി. അതിനുള്ളിൽ അവർക്ക് ജോലി കിട്ടുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഈ രൂപത്തിലുള്ളൊരു സ്കീം മറ്റൊരു സംസ്ഥാനത്തും ഇല്ല എന്നാണ് തോന്നുന്നത്. കേരളമാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അല്ല, അത് ആപ്ലിക്കേഷൻ വന്നാൽ അറിയാൻ പറ്റുള്ളൂ. പരിധിയൊന്നും വെച്ചിട്ടില്ല. ഈ കുറച്ച് ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അതെ 5 ലക്ഷം രൂപയുടെ പേർക്ക് ഫസ്റ്റ് ടൈം 5 ലക്ഷം പേർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 600 കോടി രൂപയാണ് കേട്ടോ. അതല്ല, എംപ്ലോയ്മെൻറ്റ് ഡയറക്ടർ പറയാൻ 600 കോടി രൂപയാണ്. ഞാനത് ഇന്നലെ യുവജനോത്സവമായിരുന്നല്ലോ, ഞാനത് വന്നിട്ട് 600 കോടി രൂപ 5 ലക്ഷം പേർക്ക്. ഇപ്പം കുറച്ചുകൂടി ക്ലാരിറ്റി ആയില്ലേ? നിങ്ങളെല്ലാവരും വരില്ലേ? ഞങ്ങൾക്കൊക്കെ കുറച്ച് പേർക്ക് അപേക്ഷിക്കാം ഉള്ള ശമ്പളത്തിൻ്റെ കൂട്ടത്തിൽ. ആ, ഞാൻ ഓഫീസിലോട്ട് പോയല്ല, നിർദ്ദേശം നോക്കിയിട്ടില്ല. ഈ ആഴ്ച തന്നെ പത്രസമ്മേളനം നടത്തി പറയാതെ തീരുമാനമാവുന്നുണ്ട്. അതിൻ്റെ തീരുമാനം എന്തോ പരിപാടിയിലെ 5000 പേർ പങ്കെടുക്കും. 4 ചെറുപ്പക്കാർ. അതെ യൂത്ത്. അതെ, എല്ലാ യൂത്തുകൾ നമ്മുടെ പങ്കെടുക്കും. എംപ്ലോയ്മെൻറ്റ് ഡയറക്ടർ, എംപ്ലോയ്മെൻറ്റ് ഇങ്ങോട്ട് വകുപ്പ് എൻ്റെ കീഴിലാണ്, ലേബറിൻ്റെ കീഴിലാണ്. അതായത് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൻ്റെ പിന്നെ വലിപ്പം കുറയ്ക്കുന്ന അല്ല, ക്ലാസ്സിൻ്റെ കുട്ടികൾ ബാക്ക് ബെഞ്ചേഴ്സ് അതിൻ്റെ റിപ്പോർട്ട് ആയിട്ടുണ്ട്. അതുപോലെ പുസ്തകത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നതിൻ്റെ റിപ്പോർട്ട് കരിക്കുലം കമ്മിറ്റി കൂടി ഏതാണ്ട് അതായിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അതിനിടയിൽ തന്നെ വയ്ക്കാനുള്ള. അപ്പോൾ എല്ലാവരെയും നാളെ ക്ഷണിക്കുകയാണ്. ലോകത്തിന് ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഗവൺമെൻറ് ഉപ്പ് തിന്നവർ എല്ലാവരും വെള്ളം കുടിക്കും എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ കുറ്റം ചെയ്തിട്ടുള്ളവർ ഉണ്ടോ, ആരെല്ലാം ശബരിമലയിൽ നിന്ന്
മോഷണം നടത്തിയിട്ടുണ്ടോ അവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള നിലപാട് തന്നെയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയുടെ സഹായത്തോടുകൂടി ആ ദൗത്യം പൂർണ്ണമായി വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ നടപടിയായിരുന്നു തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെ ഭക്തജനങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിശ്വസിച്ചിരുന്നില്ല. അതാണ് തന്ത്രിയുടെ അറസ്റ്റിലൂടെ വന്നിട്ടുള്ളത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം തന്ത്രിയുടെ വീട്ടിൽ എത്തിയത് BJPയുടെ നേതാക്കന്മാരാണ്. അപ്പോൾ അത് തന്നെ കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലായി. തീരെ മണ്ടന്മാരൊന്നും അല്ലല്ലോ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. വേറെ ആരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഏതെല്ലാം പല പാർട്ടികളുമായിട്ട് ബന്ധമുള്ളവരുണ്ടെങ്കിൽ പോലും അവരാരും വീട്ടിൽ പോകാനും കോടതിയിൽ ജയിലിൽ ചെന്ന് സന്ദർശിക്കാനും പോയില്ലല്ലോ. പരസ്യമായി ഈ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത തന്ത്രിക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചത് BJPയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കേന്ദ്ര അന്വേഷണ സംവിധാനമാണ് ഇപ്പോൾ വീണ്ടും ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഏത് അന്വേഷണ സംഘമായിരുന്നാലും സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തണം. രാഷ്ട്രീയ വൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ആകാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കോടതിയുടെയും സഹായത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ആകെ മൊത്തത്തിൽ സംതൃപ്തരാണ്. അപ്പോൾ നമുക്ക് കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റോ മറ്റേതെങ്കിലും ഏജൻസിയോ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി പോകുന്നു എന്നുള്ളത് കൊണ്ട് ആ അന്വേഷണത്തിൽ അസംതൃപ്തി രേഖപ്പെടുത്താനോ അന്വേഷണം നടത്തണ്ട എന്ന് പറയേണ്ട കാര്യം ഞങ്ങൾക്ക് ഇല്ല. അത് പറയുന്നുമില്ല. പക്ഷേ ഇത് അങ്ങനെ ജനങ്ങളാകെ പറ്റിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ. ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ തിരിച്ചറിയുന്ന സ്ഥിതിയാണുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ അന്വേഷണം വളരെ വിപുലമാക്കാൻ വേണ്ടി പോകുന്നു, വളരെ മുമ്പ് വളരെ ഒരുപാട് പുറകോട്ട് പോകാൻ വേണ്ടി പോകുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ കുറച്ച് ദിവസമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രസ്താവന കാണാനില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരുടെ പ്രസ്താവന പെട്ടെന്ന് കയറി ഈ സ്വിച്ചിട്ടോ പോലെ ശബരിമല കാര്യത്തിൽ നിന്നുപോയി എന്നത് സംബന്ധിച്ചിടത്തോളം ഒക്കെ സംശയമുണ്ട്. കോൺഗ്രസ്സുകാർ ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ. തന്ത്രി അറസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ EDയുടെ വരവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ധൈര്യത്തോടുകൂടി പ്രതികരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ്സുകാർ തയ്യാറാവുന്നില്ല. അതെന്താണെന്ന് സംബന്ധിച്ചിടത്തോളം UDF കോൺഗ്രസും വ്യക്തമാക്കേണ്ടതാണ്. ചോദ്യം ചോദിച്ചിട്ട് കംപ്ലീറ്റ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. വ്യക്തമായിട്ടെനിക്കൊരു മറുപടി പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അറിവ് കിട്ടിയില്ല. എപ്പോഴാണ് നിയമസഭ പിരിഞ്ഞപ്പോൾ തന്നെ 11 മണിയായല്ലോ, കഴിഞ്ഞ ദിവസമാണ്. ജനപ്രതിനിധികളാകുമ്പോൾ ചിലപ്പോൾ ഒരു കോമൺ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ അതിൽ ഉണ്ടായെന്ന് വരാമല്ലോ. അല്ല, അവർ സംഘടിപ്പിക്കുന്ന ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുത്തോ ഇല്ല എന്നുള്ളവർ അന്വേഷിച്ച് നോക്കേണ്ട കാര്യമാണ്. അത് അബ്ദുറഹ്മാൻ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അങ്ങനെ ഒരു നിലപാട് വന്നിട്ടില്ല അബ്ദുറഹ്മാൻ്റെ ഭാഗത്ത്. എന്താ അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് സംബന്ധിച്ചതോടെ ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടെ വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദോ സജി ചെറിയാൻ പറഞ്ഞത് ക്ലിയറാണ്. ന്യൂനപക്ഷ വർഗീയതയായിരുന്നാലും ഭൂരിപക്ഷ വർഗീയതയായിരുന്നാലും ഒരേ രൂപത്തിൽ തന്നെയാണ് CPI അതിനെ എതിർക്കാൻ വേണ്ടി ഉള്ള നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അത് ഓരോ പ്രദേശത്തിനും ചെല്ലുമ്പോൾ വർഗീയത ചില സ്ഥലങ്ങളിൽ ന്യൂനപക്ഷമാവും, ചില സ്ഥലങ്ങളിൽ ഭൂരിപക്ഷമാവും. ഇത് രണ്ടും നമ്മുടെ നാട്ടിലെ ആപത്താണ്. കേരളത്തിൽ വർഗീയ കലാപം ഇല്ലാത്തൊരു സംസ്ഥാനമാണ്.
പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും ഇവിടെ വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടായ കാലഘട്ടമൊക്കെ തന്നെ UDF ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. സജി ചെറിയാനും പറഞ്ഞത് അത് തന്നെയാണ്. സജി ചെറിയാനെല്ലാം പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് വേണ്ടിയൊക്കെ തന്നെ നിരന്തരമായ എന്തെല്ലാം പോരാട്ടങ്ങളും എന്തെല്ലാം പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അതെല്ലാം ഒരു ദിവസം കൊണ്ട് അദ്ദേഹം മതേതരത്വത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതാവുമോ? പത്രങ്ങൾ വളച്ചൊളിച്ച് വന്നതാണ്. അത് വളച്ചൊളിച്ച് വന്നായിട്ട് നമ്മൾ കൂട്ടിയാൽ മതിയാവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.